ഉറക്കത്തിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ആ മണിക്കൂർ പറയുന്ന പോലെ തന്നെ വളരെ പ്രധാന ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്. ഒക്കെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒറ്റ സ്ട്രെച്ച് ഒരു ഉറക്കമല്ല ശരിക്കും. അതിൻ്റെ ഒരു ഫിസിയോളജി ഉണ്ട്. ഉറക്കത്തിൽ 3-4 സ്റ്റേജുകൾ, അതായത് ഒരു REM സ്ലീപ്പ്, NREM സ്ലീപ്പ്, 3 NREM സ്ലീപ്പുകൾ, സ്റ്റേജ് 1, 2, 3. നമ്മളൊരാൾ ഉറങ്ങിക്കഴിഞ്ഞാൽ രാത്രി എഴുന്നേൽക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഈ സ്റ്റേജുകളിലൂടെ ഒരു 4-5 തവണ സൈക്കിൾ പോലെ കറങ്ങിയിട്ടാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുക. ഒരു സ്റ്റേജിൽ നിന്ന് താഴേക്ക് വന്നിട്ട് പിന്നെ ഫസ്റ്റ് സ്റ്റേജിലേക്ക് എത്തും. ഈ ഒരു സൈക്കിൾ 4-5 തവണ കഴിയും രാവിലെ ആകുമ്പോഴേക്കും. അതാകുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എല്ലാ സ്റ്റേജിലൂടെയും കടന്നു പോകും. അതിനാണ് ക്വാളിറ്റി സ്ലീപ്പ് എന്ന് പറയുക. പക്ഷേ നോമ്പിൻ്റെ സമയത്ത് ബ്രേക്ക് വരും, പല ബ്രേക്ക് വരുന്നുണ്ട്. മാത്രമല്ല നമ്മൾ പലപ്പോഴും പകലാണ് ഉറങ്ങുക. ഇങ്ങനെ ആയി കഴിയുമ്പോൾ പലപ്പോഴും ഈ സൈക്കിൾ കൃത്യമായിട്ട് നടന്നോളന്നില്ല. ഇടയ്ക്ക് ബ്രേക്ക് വരുമ്പോൾ പിന്നെയും ഫസ്റ്റ് നിന്ന് തുടങ്ങും. അങ്ങനെ ആകുമ്പോൾ എല്ലാ സ്റ്റേജസിലും എത്തില്ല. ഇങ്ങനെ ആകുമ്പോൾ പകൽ സമയത്ത് നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം, ഉറങ്ങിയതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിക്കൊള്ളുന്നില്ല. ഇതിന് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്. അതായത് നമ്മൾ ഒരു ഷെഡ്യൂൾ വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നോമ്പ് തുറക്കുമ്പോൾ ലൈറ്റായിട്ടുള്ള ഫ്രൂട്ട്സും ഇതും വെച്ചിട്ട് നോമ്പ് തുറന്നിട്ട് മഗ്‌രിബ് നമസ്കരിച്ച് വന്നിട്ട് പിന്നെ ആ സമയത്ത് മഗ്‌രിബിൻ്റെയും ഇശാ നമസ്കാരത്തിൻ്റെ ഇടയിൽ മേജറായിട്ടുള്ള മീൽ കഴിക്കാം. അതാണ് ഏറ്റവും ഉത്തമം. കുറേ ആളുകൾ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല. കാരണം നോമ്പ് തുറക്കുമ്പോഴേ കുറച്ച് ഹെവി ആയി കഴിക്കുമ്പോൾ വയറ് കാലിയായിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് കഴിക്കാൻ വലിയ സന്തോഷം ഉണ്ടാവില്ല. കുറച്ചും കൂടി വിശന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് രാത്രി കഴിക്കും. അത് ശരിക്കും തീരെ നല്ലതല്ല.